ഇന്നത്തെ അറിയിപ്പുകൾ. ഇന്ത്യൻ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 11,127 ഒഴിവുകളിലേക്കാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പുറത്തിറക്കിയത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒഴിവുകളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. രാജ്യത്തെ 21 RRBകളിലായി ആകെ 11,127 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 64 ഒഴിവുകൾ തിരുവനന്തപുരം RRBയിലാണ്. ITI, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകർക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. അപേക്ഷയ്ക്കായി ആദ്യം അക്കൗണ്ട് സൃഷ്ടിക്കണം. തുടർന്ന് ലൈവ് ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം. SC/ST വിഭാഗക്കാർക്ക് സൗജന്യ ട്രെയിൻ യാത്രാ പാസ് ലഭിക്കാനായി അപേക്ഷയോടൊപ്പം SC/ST സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷയുടെ അവസാന തീയതിയും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. LDF സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. മന്ത്രിസഭായോഗത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത്. ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിയിൽ സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികാരത്തിൽ വന്ന സിൽവർ ലൈൻ ഉപേക്ഷിക്കുമെന്ന് UDF നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 64,000 കോടി രൂപ ചെലവ് വരുമെന്നായിരുന്നു പഴയ DPR കണക്ക്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ഇന്ന് ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ വില പ്രാബല്യത്തിൽ വരും. 3 രൂപ 35 പൈസ കർഷകന് ലഭിക്കുമെന്ന രീതിയിലാണ് വില വർധനവെന്ന് മിൽമ അധികൃതർ പറഞ്ഞു. നേരത്തെ പാൽ വില കൂട്ടുമെന്ന വിവരം പുറത്തു വന്നിരുന്നു. ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ കൂട്ടണമെന്നായിരുന്നു മിൽമയുടെ ആവശ്യം. പാൽ വില കൂട്ടി കർഷകരെ സഹായിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഉൽപാദന ചെലവ് ഏറിയതിനാലും വരുമാനം കുറഞ്ഞതിനാലും കേരളത്തിലെ ക്ഷീര കർഷകർ പ്രയാസം നേരിടുന്നു. അതിനാൽ പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണെന്ന് മിൽമ പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.